ബീച്ചിലെത്തിയാൽ തിരക്കോട് തിരക്കാണ്. അങ്ങനെ കടലും കണ്ട് വെറുതെ ആസ്വദിച്ചിരിക്കാൻ വന്നവരല്ല. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയും കുടുംബശ്രീ സരസ് മേളയും നടക്കുന്ന സ്റ്റാളുകളിലാണ് ഈ തിരക്ക്. ഓരോ സ്റ്റാളുകളും ഓരോ അനുഭവങ്ങളാണ്, വ്യത്യസ്ത കാഴ്ചകളാണ്. വയനാട് മുണ്ടക്കൈ ദുരന്തം മനസ്സിനെ ഏറെ വേദനിപ്പിച്ചതല്ലേ? ആ ദുരന്തമുണ്ടായത് എങ്ങനെയെന്ന് വർക്കിംഗ് മോഡലായി കാണിക്കുകയാണ് മേളയിൽ. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടിയതും ചളിക്കൂമ്പാരം ഒഴുകി വന്നതും കൂട്ടത്തിൽ ഉരുളൻ കല്ലുകൾ മനുഷ്യരെയും കെട്ടിടങ്ങളെയും തകർത്തതുമെല്ലാം വേദനയോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല. മേളയിലെത്തുന്നവർക്ക് മുൻപിൽ എങ്ങനെയാണ് ആ ദുരന്തമുണ്ടായതെന്ന് വിശദീകരിക്കുകയാണിത്. ആ രക്ഷാപ്രവർത്തനം എന്താണെന്നുള്ളത്, അത് ഏത് രീതിയിലാണ് നമ്മൾ ആ റോപ്പിൽ ആ റെസ്ക്യൂ നടത്തിയുള്ളതാണ് നമ്മൾ അതിൻ്റെ മേലെ വെച്ച് കാണിച്ചത്. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉരുൾപൊട്ടിയ വെള്ളം ഒഴുകുന്ന ആ ഒരു ചാലുണ്ടല്ലോ, അതില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ എത്തിയതിനു ശേഷമാണ് നമ്മളത് കൂട്ടിച്ചേർത്ത് ബാക്കി പോർഷനോട് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഒരുപാട് ഉൽപ്പന്നങ്ങൾ മേളയുടെ ഭാഗമായി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചക്കയും ബീഫും ചെമ്മീനും മാങ്ങയും നാരങ്ങയും ഒക്കെ അച്ചാറുകളാക്കിയ കുപ്പികളും നിരത്തി വച്ചിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ പേരുകൾ എഴുതിയ സ്റ്റാളുകൾ പ്രത്യേകം കാണാം. വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മുതൽ അലങ്കാര വസ്തുക്കൾ വരെയുണ്ട്. പ്രദർശനമേള വളരെ വ്യത്യസ്തമാണെന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പും സന്തോഷം പങ്കുവച്ചു. കയറിയ നമ്മുടെ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ നമ്മൾ കണ്ടത് എന്താ, ഒരു ക്യൂബ് പോലത്തെ ഒരു സാധനം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫേസാണ് കാണുക. അവിടെ ആരോഗ്യം. അപ്പോൾ അവിടെ തെളിയുന്നത് മുഴുവനും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം എന്തൊക്കെ ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി. അതുപോലെ വിദ്യാഭ്യാസം, പല പല മേഖലകളിൽ നമുക്ക് തന്നെ അത് മാറ്റാം. കുറച്ച് കസേര, അപ്പോൾ അവിടേക്ക് ഇരുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ ആൾക്കാരുണ്ട്. അവിടെ തന്നെ പകുതി മുക്കാലും കിട്ടിയെന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഇനി ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയുക മനോഹരമായിട്ടുണ്ട്. എന്തായാലും ഇല്ലേ, നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും രാത്രിയിൽ സാംസ്കാരിക പരിപാടികളും സെമിനാറുമെല്ലാം അരങ്ങേറി. വലിയ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ സജീവമാണ് കോഴിക്കോട്ടെ എൻ്റെ കേരളം പ്രദർശന വിപണനമേളയും. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളും ഈ മേളയെ സമ്പന്നമാക്കി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.